അല്ലമാഇറുൽ മുത്തസില, മുത്തസിലായ ലമീറുകൾ. അൽ ഫിഅലുൽ മാളിയുടെ കൂടെ വരുന്ന മുത്തസിലായ ലമീറുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇന്ന് മുലാരി ആയ ഫീലിൻ്റെയും അമ്ര ഫീലിൻ്റെയും കൂടെ വരുന്ന മുത്തസിലായ ലമീറുകൾ പഠിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മുലാരി ആയ ഫീലുകളുടെ തസ്രീഫാണ്. ഇവയിൽ കാണുന്ന ചുവന്ന നിറത്തിലുള്ള അക്ഷരങ്ങളാണ് മുലാരി ആയ ഫീലിൻ്റെ കൂടെ വരുന്ന മുത്തസിലായ ലമീറുകൾ. മുത്തസിലായ ലമീറുകൾ എന്ന് പറയുമ്പോൾ മുത്തസിലായ റഫ്ഇൻ്റെ ലമീറുകളാണ്. റഫിൻ്റെ ലമീറുകളാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. എന്താണ് റഫിൻ്റെ ലമീറുകൾ എന്നത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇവ റഫിൻ്റെ ലമീറുകളാണ് എന്നത് മനസ്സിലാക്കി വെക്കുക. അതേപോലെ നസ്ബിൻ്റെ ലമീറുകളുമുണ്ട്, അതും നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ മുലാരി ആയ ഫീലിൻ്റെ കൂടെ വരുന്ന റഫിൻ്റെ ലമീറുകളെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഇവയാണ് മുൻഫസിലായ ലമീറുകൾ, നമ്മൾ പഠിച്ചതാണ്. ഹുവ എന്ന മുൻഫസിലായ ലമീറിന് മാലിയിൽ എന്നതുപോലെ മുലാരിയിലും മുത്തസിലായ രൂപമില്ല റഫ്ഇന്. ഹുമ എന്നതിൻ്റെ മുത്തസിലായ രൂപം ഫീലുൽ മുലാരിയിൽ അലിഫാണ്. അവർ, അവർ എന്ന് പറഞ്ഞാൽ 2 പേർ. അതേപോലെ ഹും എന്നതിൻ്റെ മുത്തസിലായ രൂപം ഫീലുൽ മുലാരിയിൽ വാവാണ്. ഹിയ എന്നതിന് ഫീലുൽ മുലാരിയിൽ മുത്തസിലായ രൂപമില്ല, മാലിയിലും ഉണ്ടായിരുന്നില്ല. അതേപോലെ ഹുമ എന്നതിൻ്റെ അലിഫാണ്, മേലെ പറഞ്ഞു ഒരേ വാക്കുകൾ തന്നെയാണിവ. ഹുന്ന എന്നുള്ള മീറിൻ്റെ മുത്തസിലായ രൂപം ന എന്നതാണ്, നൂന്. അൻത എന്നതിനും ഫീലുൽ മുലാരിയിൽ മുത്തസിലായ രൂപമില്ല. അൻതുമ എന്നതിൻ്റെ മുത്തസിലായ രൂപം അലിഫാണ്, ഈ അലിഫ് തന്നെയാണ്. അൻതും എന്നതിൻ്റെ മുത്തസിലായ രൂപം വാവാണ്, യഫ് അലൂന എന്നതിലുള്ള വാവ് തന്നെ. അൻതി എന്നതിൻ്റെ മുത്തസിലായ രൂപം യ ആണ്, തഫ് അലീന. ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഒന്നുകൂടെ അർത്ഥങ്ങൾ പറയുന്നില്ല. അൻതുമ എന്നതിൻ്റെ മുത്തസിലായ രൂപം അലിഫാണ്. അൻതുന്ന എന്നതിൻ്റെ മുത്തസിലായ രൂപം ന എന്നതാണ്, നൂനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മുത്തസിലായ ലമീറുകൾ 4 എണ്ണമാണ് കാണുന്നത്. ഒന്ന് അലിഫ്, രണ്ടാമത്തത് വാവ്, മൂന്നാമത്തത് നൂന്, നാലാമത്തത് യാ. ഇതിൽ അലിഫ് 4 പ്രാവശ്യം വന്നിരിക്കുന്നു. യഫ് അലാനി, തഫ് അലാനി, തഫ് അലാനി, തഫ് അലാനി എന്നതിലൊക്കെ അലിഫ് കാണാം. അതേപോലെ വാവ് 2 പ്രാവശ്യം വന്നിരിക്കുന്നു, യഫ് അലൂന, തഫ് അലൂന എന്നിവയിൽ. നൂനും 2 പ്രാവശ്യമുണ്ട്, യഫ് അൽന, തഫ് അൽന. ഈ അലിഫും വാവും നൂനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാലിയ ഫീലിൻ്റെ കൂടെ പഠിച്ചത് തന്നെയാണ്. അലിഫുൽ ഇസ്നൈനി, വാവുൽ ജമാഅത്ത്, നൂനുൻ നിസ്വ എന്നിവയാണിവ. മുലാരിയ ഫീലിൽ അലിഫുൽ ഇസ്നൈനിയുടെയും വാവുൽ ജമാഅത്തിൻ്റെയും ശേഷം ഒരു നൂന് വരുന്നതാണ്. ഈ നൂന് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. അതേപോലെ യാ ഉൽ മുഖാത്തബിൻ്റെ ശേഷവും നൂന് വരുന്നതാണ്. ഇനി അമ്ര ഫീലിൽ ചേർന്ന് വരുന്ന മുത്തസിലായ ലമീറുകൾ നോക്കാം. ഇവയാണ് അമ്ര ഫീലിൻ്റെ തസ്രീഫ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ലമീറുകളാണ് ഇവയോട്, ഈ ഫീലുകളോട് ചേർന്ന് വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു അമ്ര ഫീലിന് മുഖാത്തബിൻ്റെ രൂപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഗായിബിൻ്റെയോ മുതകല്ലിമിൻ്റെയോ രൂപം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് 6 രൂപത്തിൽ മാത്രമേ അമ്ര ഫീൽ വരികയുള്ളൂ. മുലാരിയിലേത് തന്നെയാണ് അമ്രിലെയും മുത്തസിലായ ലമീറുകൾ. അൻത എന്നതിന് ഇല്ല. അൻതുമ എന്നതിന് ഈ അലിഫ്, ഇഫ് അല എന്നതിലുള്ള അലിഫാണ് അൻതുമ എന്നതിൻ്റെ മുത്തസിലായ രൂപം അമ്രിൽ. അതേപോലെ അൻതും എന്നതിൻ്റെത് വാവാണ്, വാവുൽ ജമാഅത്താണ്. അൻതി എന്നത് ഇയ ആണ്. അൻതുമ എന്നതിലെ അലിഫാണ്. അൻതുന്ന എന്നതിൽ നൂനാണ്. മുലാരിയിൽ വന്ന അതേ ലമീറുകൾ തന്നെ 4 എണ്ണം. ഏതൊക്കെയാണിവ? ഒന്ന് അലിഫുൽ ഇസ്നൈനി, യഫ് അലാനി. മുലാരിയ ഫീലിൽ യഫ് അലാനി, തഫ് അലാനി എന്നിവയിലാണ് അലിഫുൽ ഇസ്നൈനി ഉള്ളത്. അമ്ര ഫീലിൽ ഇഫ് അല എന്നുള്ളതിലാണ് അലിഫുൽ ഇസ്നൈനി ഉള്ളത്. വാവുൽ ജമാഅത്ത്, യഫ് അലൂന. മുലാരിയിൽ യഫ് അലൂന, തഫ് അലൂന എന്നിവയിൽ വാവുൽ ജമാഅത്ത് വന്നു. അമ്രിൽ ഇഫ് അലു എന്നതിൽ വാവുൽ ജമാഅത്ത് വന്നു. നൂനുൻ നിസ്വ. മുലാരിയിൽ യഫ് അൽന, തഫ് അൽന എന്നിവയിലാണ് നൂനുൻ നിസ്വ വന്നത്.
അമ്രിൽ ഇഫ് അൽന എന്നതിൽ വന്നു. യാ ഉൽ മുഖാത്തബ് മുലാരിയിൽ തഫ് അലീന എന്നതിലും അമ്രിൽ ഇഫ് അലി എന്നതിലും യാ ഉൽ മുഖാത്തബ് വന്നു. അമ്രഫേലിൽ വാവുൽ ജമാഅത്തിന്റെ ശേഷം ഒരു അലിഫ് ചേർന്ന് വരുന്നതാണ്. മുലാരിയായ ഫീലിലാണെങ്കിൽ വാവുൽ ജമാഅത്തിന്റെയും അലിഫുൽ ഇസ്നൈനിയുടെയും ശേഷം നൂന് വരുന്നതാണ്. ഈ 4 ലമീറുകളിൽ 3 ലമീറുകൾ അലിഫുൽ ഇസ്നൈനിയും വാവുൽ ജമാഅത്തും നൂനുൻ നിസ്വയും മാലിയുടെയും മുലാരിയുടെയും അമ്രിന്റെയും കൂടെ വരുന്ന മുത്തസിലായ ലമീറുകളാണ്. യാ ഉൽ മുഹാത്തബ് മുലാരിയുടെയും അമ്രിന്റെയും കൂടെ മാത്രം വരുന്നു. അതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച താ ഉൽ മുത്തഹരിക്കത്ത്, ന അദ്ദാലത്തു അലൽ ഫാഇലി എന്നിവ മാലിയുടെ കൂടെ മാത്രം വരുന്ന മുത്തസിലായ ലമീറുകളാണ്. ലമീറുകളെ കുറിച്ച് ഇനിയും കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. അവ നമുക്ക് പിന്നീട് പഠിക്കാം.